എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് നന്നായിട്ട് അറിയായിരിക്കും എനിക്ക് എത്രമാത്രം മുടി കൊഴിച്ചിലുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനൊരു ഹെയർ കെയർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 5 കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഹെയർ മാസ്കിന് വേണ്ടത് കറ്റാർ വാഴ, അതുപോലെ തന്നെ കറിവേപ്പില വേണം. ഇത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തുനിന്ന് വെക്കണം. എന്നിട്ട് ഇതൊന്ന് അരിച്ച് മാറ്റണം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്കിനി കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ചെമ്പരത്തി പൂവിൻ്റെ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, റീത്ത പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഷിക്കാക്കായിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആൻഡ് ഫൈനലി ഭൃംഗരാജ പൗഡറും കൂടെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി തലയിൽ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ കേട്ടോ മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഇതുപോലത്തെ പാക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ, അതായത് ഹെയർ പാക്കോ ഓയിലിംഗ് ഒക്കെ നന്നായിട്ടൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാണ്ട് കുറച്ച് മുന്നേ ആയിട്ടൊക്കെ കുളിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ചില ആൾക്കാരിൽ ഇത് മൂലം പല ഹെൽത്ത് ഇഷ്യൂസുകളും കണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇമ്മ്യൂണിറ്റി പൊതുവേ കുറവായതുകൊണ്ടിട്ട് എനിക്ക് ഇതുപോലത്തെ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ജലദോഷവും തുമ്മലും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ നേരത്തെ ഇതൊക്കെ ഇട്ട് സെറ്റായിട്ട് അങ്ങ് കുളിക്കുവേ. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ, അതായത് ഇതുപോലെ ഉള്ള പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഒട്ടും വളരാത്ത മുടിയാണെങ്കിൽ ഇങ്ങനത്തെ പാക്കുകളും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിയൊക്കെ ഫാസ്റ്റായിട്ട് വളരും.